അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 ട്രൈ കളർ ക്രാഫ്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പെൻസിൽ ഷേവിംഗ് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഫ്ലവർ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ലോങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ലോങ് വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ ഐറ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുള്ളൊരു പെൻസിൽ ഷേവിംഗ് ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പെൻസിൽ ഷേവിംഗ് കിട്ടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ട്രൈ കളേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പെൻസിൽ ഷേവിങ് അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള പെൻസിൽ ഷേവിങ്സ് കിട്ടിയായിരുന്നു, പക്ഷെ അത് ഈ ഒരു ഇത്രയും കട്ടി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ 2 പീസ് ഒരുമിച്ച് ഒട്ടിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ കളേഴ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് അശോക ചക്രത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്ലൂ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലൈസിങ് ഉള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഇതുപോലെ നമ്മുടെ പതാകയുടെ കളേഴ്സ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലൂ കളർ റൗണ്ടും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അശോക ചക്രത്തിൻ്റെ ലൈൻസ് ഒന്നും ഞാൻ വരച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു കളർ മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഹാൻഡ് ബാൻഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്രിസ്മസിന് കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു പേപ്പർ കവറാണ്. അപ്പോൾ പേപ്പർ കവറല്ല നമുക്ക് വേണ്ടത്, ഇതിൻ്റെ ഈ ഒരു വള്ളിയായിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ആ ഒരു പെൻസിൽ ഷേവിങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് സിമ്പിളായിട്ടൊരു ഹാൻഡ് ബാൻഡ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്രാഫ്റ്റിൽ ഏത് ക്രാഫ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇതുപോലുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റിനും എംബ്രോയിഡറി വീഡിയോസിനും ഗ്ലാസ് പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻറ്റിങ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. ബൈ.